ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച വിവാദം തുടരുന്നതിനിടെ നിർണായക LDF യോഗം ഇന്ന് ചേരും. MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാത്തതിൽ CPIക്ക് കടുത്ത അതൃപ്തിയുണ്ട്. മുഖ്യമന്ത്രി മുന്നണി യോഗത്തിൽ നിലപാട് വിശദീകരിച്ചേക്കും. സർക്കാരിന്റെ പുതിയ മദ്യനയവും യോഗം ചർച്ച ചെയ്യുമെന്നാണ് സൂചന. പോലീസ് തലപ്പത്തെ രണ്ടാമൻ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് പ്രതിപക്ഷം ശക്തമായ ആയുധമായി ഉപയോഗിക്കുന്നുണ്ട്. MR അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നതിൽ CPI അടക്കമുള്ള ഘടകകക്ഷികൾക്ക് കടുത്ത അതിർത്തിയുമുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം അത് പരസ്യമാക്കുകയും ചെയ്തു. തൃശൂർ പൂരം വിവാദത്തിലെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന CPI ആവശ്യത്തിനും പരിഗണന ലഭിച്ചിട്ടില്ല. ഇന്ന് മുന്നണി യോഗം ചേരുമ്പോൾ CPIക്ക് പുറമെ RJD അടക്കമുള്ളവർ ഈ വിഷയം ഉന്നയിച്ചേക്കും. സംഘപരിവാർ വിരുദ്ധ പോരാട്ടമെന്ന് പരസ്യമായി പറയുമ്പോഴും RSSന്റെ പ്രധാനിയുമായി പോലീസ് തലപ്പത്തുള്ളയാൾ കൂടിക്കാഴ്ച നടത്തിയതിൽ നടപടിയില്ലാത്തത് പൊതുസമൂഹത്തിന് മുന്നിൽ സംശയത്തിന് ഇടം നൽകിയിട്ടുണ്ടെന്ന് ഘടകകക്ഷികൾക്ക് അഭിപ്രായമുണ്ട്. ADGPയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരിശോധന നടക്കുന്നുണ്ടെന്നും അതിൽ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറയാനാണ് സാധ്യത. അജിത് കുമാറിനോട് മുഖ്യമന്ത്രി മൃദു സമീപനം സ്വീകരിക്കുന്നതിൽ CPIഎമ്മിനുള്ളിലും എതിരഭിപ്രായമുണ്ട്. എന്നാൽ മുന്നണി യോഗത്തിൽ അത് ഉയർന്നുവരാൻ സാധ്യത കുറവാണ്. RSS രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണെന്ന് പറഞ്ഞ സ്പീക്കർ AN ഷംസീറിന്റെ വാക്കുകളും യോഗത്തിൽ വിമർശനത്തിന് വിധേയമായേക്കും. സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയം സംബന്ധിച്ച ഏകദേശ ധാരണ CPIഎം നേതൃതലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 1-ാം തീയതിയിലെ ഡ്രൈഡേ ഒഴിവാക്കണമെന്ന ആവശ്യം സർക്കാരിന് മുന്നിലുണ്ടായിരുന്നെങ്കിലും അത് പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് 1-ാം തീയതി ചില ഇളവുകൾ നൽകുന്നതാണ് പരിഗണനയിലുള്ളത്. 24 തിരുവനന്തപുരം. PV അൻവർ MLAയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ മലപ്പുറം പോലീസിൽ വൻ അഴിച്ചുപണി. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരനെ വിജിലൻസിലേക്ക് മാറ്റി. മലപ്പുറത്തെ ഡിവൈഎസ്പിമാരെയും സ്ഥലം മാറ്റി. IPS തലപ്പത്തുൾപ്പെടെ അഴിച്ചുപണി നടത്തിയെങ്കിലും ഗുരുതര ആരോപണം നേരിടുന്ന ADGP MR അജിത് കുമാറിനെ സർക്കാർ തൊട്ടിട്ടില്ല. PV അൻവർ MLAയുടെ പരാതി പ്രളയത്തിന് പിന്നാലെ മലപ്പുറം പോലീസ് നേതൃത്വം അടിമുടി മുങ്ങി. ജില്ലാ പോലീസ് മേധാവി S ശശിധരനെ എറണാകുളം വിജിലൻസിലേക്കാണ് സ്ഥലം മാറ്റിയത്. പോലീസിനെതിരെ PV അൻവർ പടപ്പുറപ്പാട് തുടങ്ങിയത് മലപ്പുറത്തെ പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളന വേദിയിൽ S ശശിധരനെ വിമർശിച്ചുകൊണ്ടായിരുന്നു. പോലീസ് ആസ്ഥാനത്തെ AIG R വിശ്വനാഥിനെയാണ് ശശിധരനു പകരം മലപ്പുറം SP ആയി നിയമിച്ചത്. SP-ക്ക് പുറമെ മലപ്പുറം ജില്ലയിലെ 8 DYSPമാരെയും സ്ഥലം മാറ്റി. മലപ്പുറം, പെരിന്തൽമണ്ണ, തിരൂർ, കൊണ്ടോട്ടി, നിലമ്പൂർ, താനൂർ ജില്ലാ ക്രൈംബ്രാഞ്ച്, മലപ്പുറം സ്പെഷ്യൽ ബ്രാഞ്ച് DYSPമാർക്കാണ് സ്ഥലം മാറ്റം. ലൈംഗികാതിക്രമ ആരോപണം നേരിടുന്ന താനൂർ DYSP VV ബെന്നിയെ കോഴിക്കോട് റൂറൽ ക്രൈംബ്രാഞ്ചിലേക്കാണ് സ്ഥലം മാറ്റിയത്. ഇതിനു പുറമെ IPS തലപ്പത്തും അഴിച്ചുപണിയുണ്ട്. ക്രൈംബ്രാഞ്ച് IG CH നാഗരാജുവിനെ ഗതാഗത കമ്മീഷണറായി നിയമിച്ചു. ട്രാൻസ്പോർട്ട് കമ്മീഷണറായി ചുമതലയേൽക്കാൻ വിമുഖത പ്രകടിപ്പിച്ച A അക്ബറിനെ എറണാകുളം ക്രൈംബ്രാഞ്ചിലേക്കാണ് മാറ്റിയത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന S ശ്യാംസുന്ദർ സൗത്ത് സോൺ IG ആകും. പുട്ട വിമലാദിത്യയെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായും നിയമിച്ചു. തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസിന് എറണാകുളം റേഞ്ച് DIGയുടെ അധിക ചുമതല നൽകി. ഇത്രയൊക്കെ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന് സ്ഥാനചലനമില്ല. 24 തിരുവനന്തപുരം.